ഹലോ, ലെറ്റൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പയർ വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കി നോക്കിയാലോ. തേങ്ങയൊന്നും അരയ്ക്കാത്ത സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അതിനായിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ഞാനിത് വെച്ചെടുക്കുന്നത്. കുക്കറൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണയൊക്കെ ഒന്ന് നന്നായി ചൂടായി വരട്ടെ. ഇവിടെ ഇതിനെ ഉണക്കപ്പയർ എന്നാണ് കേട്ടോ പറയുക. ഞങ്ങളുടെ പാലക്കാടൊക്കെ ഇതിനെ വെള്ളപ്പയർ എന്ന് പറയും, വൻപയർ എന്ന് പറയും. നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് നന്നായി പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 സവോള അരിഞ്ഞതും 4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 2 പച്ചമുളക് 2ആയിട്ട് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പയർ കടലയൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ്. ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ബ്രൗൺ കളറായി ഡ്രൈ ആവുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഉള്ളി വാടി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് അതുപോലെ ഒരുപാട് പൊടികളുടെ ആവശ്യമോ ഒന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് വെച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവ് നല്ലോണം വേണ്ടവർക്ക് മുളക് പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പയറിട്ട് കൊടുക്കണം. പയർ വേണമെങ്കിൽ നമുക്ക് തലേദിവസം വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം ഉണ്ടാക്കാം. ഞാനിപ്പോൾ വെള്ളത്തിലൊന്നും ഇട്ട് കുതിർത്തിട്ടൊന്നും ഇല്ല കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇനി കഴുകിയ പയറിട്ട് കൊടുക്കുന്നുണ്ട്. 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്ത പയറാണ്. ഇനി അതിലേക്ക് ഞാനൊരു 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പയർ വേവാൻ ആവശ്യമായ വെള്ളത്തിലേക്ക് ഒരുപാട് ചാറോട് കൂടിയിട്ടുള്ള കറിയല്ല, എന്നാൽ അത്യാവശ്യം ചാറുണ്ട് അതിന്. അപ്പോൾ പയർ വേവാനും നമുക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3.5 ഗ്ലാസ്സാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് വെള്ളത്തിലിട്ട പയറാണെങ്കിൽ ഒരുപാട് വിസിൽ വരേണ്ട ആവശ്യമില്ല. 1-2 വിസിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിപ്പോൾ വെള്ളത്തിലൊന്നും ഇടാത്തതുകൊണ്ട് ഒരു 6-7 വിസിലൊക്കെ വേണ്ടി വരും ഒന്ന് നന്നായി വേവാൻ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വിസിൽ വരണവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ വിസിലൊക്കെ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ പയറൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. ഇത്ര വെള്ളം തന്നെ ആവശ്യമുള്ളൂ. നമ്മൾ നാളികേരമൊന്നും അരയ്ക്കാത്തതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വല്ലാതെ വെള്ളം പോലെ ആയി പോവും. അപ്പോൾ ഇതുതന്നെയാണ് ഈ കറിയുടെ പാകം കേട്ടോ. കണ്ടോ, കറക്റ്റ് വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട്. വെന്തിട്ടും ഉണ്ട് പയർ, കണ്ടോ നല്ലോണം വെന്തിട്ടുണ്ട്. ഒരു 7-8 വിസിലൊക്കെ വന്നു കേട്ടോ നമ്മൾ വെള്ളത്തിലിടാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. ചോറിന് ഈ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇവിടെ തന്നെ മുളകൂഷ്യം എന്നൊക്കെ പറയുക, ഉണക്കപ്പയർ മുളകൂഷ്യം എന്നൊക്കെയാണ് പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയ്ക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ. വീഡിയോ കാണുന്നവർക്ക് ആ ലൈക്കൊന്നും അമർത്താൻ ഇത്ര പണിയൊന്നും ഇല്ലല്ലോ. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.